സ്ത്രീകൾക്കായി കെഎസ്ആർടിസി നടപ്പാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയായി പ്രിയദർശിനിയുടെ ചെലവ് വഹിക്കുന്നതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടു. പദ്ധതിയുടെ ഭാഗമായി കെഎസ്ആർടിസിക്കുണ്ടാകുന്ന വരുമാനക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മുഖേന ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തെ കാലാവധിക്കായി സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സാമ്പത്തിക സഹായം ലഭ്യമാകുക. പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനും കെഎസ്ആർടിസിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനുമാണ് ഈ നടപടിയെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പ്രിയദർശിനി പദ്ധതി നിലവിൽ വന്നതോടെ കെഎസ്ആർടിസിയുടെ വരുമാനത്തിൽ പ്രതിദിനം ശരാശരി 2.5 കോടി രൂപയുടെ കുറവ് സംഭവിക്കുന്നുണ്ടെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലഭിക്കേണ്ടിയിരുന്ന ടിക്കറ്റ് വരുമാനമാണ് ഈ തോതിൽ കുറയുന്നത്. ഈ സാഹചര്യത്തിലാണ് താൽക്കാലിക സാമ്പത്തിക ആശ്വാസമായി ഓവർ ഡ്രാഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പൊതുജനക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്ന സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ കെഎസ്ആർടിസി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന പദ്ധതികളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധന രേഖപ്പെടുത്തിയതായി ഗതാഗത മന്ത്രി CP ജോൺ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. പദ്ധതി നിലവിൽ വരുന്നതിന് മുൻപ് പ്രതിദിനം ഏകദേശം 10 ലക്ഷം സ്ത്രീകളാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ എണ്ണം 15 ലക്ഷമായി ഉയർന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രതിദിനം ഏകദേശം 5 ലക്ഷം സ്ത്രീകൾ അധികമായി പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ യാത്രാ സൗകര്യം ഗണ്യമായി വർദ്ധിച്ചെങ്കിലും അതിന്റെ സാമ്പത്തിക ബാധ്യത കെഎസ്ആർടിസിക്കാണ് ഏറ്റെടുക്കേണ്ടി വരുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ദിവസേന ഏകദേശം 2.5 കോടി രൂപയുടെ അധിക സാമ്പത്തിക ഭാരം കോർപ്പറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും സാമൂഹിക ക്ഷേമത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ പദ്ധതി വലിയ നേട്ടമാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ടിക്കറ്റ് നിരക്കിനായി ചെലവഴിക്കേണ്ടി വരുന്ന തുക സ്ത്രീകളുടെ കൈകളിൽ തന്നെ അവശേഷിക്കുന്നതിനാൽ പ്രതിദിനം 7 കോടിയിലധികം രൂപ സാധാരണക്കാരായ സ്ത്രീകൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക ആശ്വാസമായി ലഭിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കുടുംബങ്ങളുടെ ദൈനംദിന ചെലവുകൾ കുറയ്ക്കുന്നതിനും സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുന്നതിനും ഈ പദ്ധതി സഹായകരമാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രിയദർശിനി പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിനായി സംസ്ഥാന ബജറ്റിൽ 600 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ചെലവുകൾ സമയബന്ധിതമായി വഹിക്കുന്നതിനും കെഎസ്ആർടിസിക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് ഈ തുക മാറ്റിവെച്ചിരിക്കുന്നത്. പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്ര ഗതാഗത നയം രൂപീകരിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. പൊതുഗതാഗത സംവിധാനത്തിന്റെ ആധുനികവൽക്കരണം മാത്രമല്ല, റോഡ് സുരക്ഷയും കാൽനട യാത്രക്കാരുടെ സംരക്ഷണവും പുതിയ നയത്തിൽ പ്രധാന പരിഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഗതാഗത സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ സ്ത്രീ യാത്രക്കാരുടെ വർദ്ധിച്ച ആവശ്യകത കണക്കിലെടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ സർവീസിനിറക്കാനുള്ള ആലോചനയും സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ മാത്രമുള്ള ചില റൂട്ടുകളിലേക്കാണ് പുതിയ ഓർഡിനറി സർവീസുകൾ അനുവദിക്കാൻ സാധ്യത. ഇതിലൂടെ പ്രിയദർശിനി പദ്ധതിയുടെ പ്രയോജനം കൂടുതൽ സ്ത്രീകളിലേക്ക് എത്തിക്കാനും യാത്രക്കാർ നേരിടുന്ന തിരക്കും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനും സാധിക്കുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.